ഹായ്, നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സിനിമ ആസ്വാദകരെ. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം നമ്മളുടെ സിനിമാ വ്യവസായത്തിന് ഒരു യഥാർത്ഥ വിരുന്നാണ് ഒരുക്കിയത്. ഓഗസ്റ്റ് 15-ന് കേരളത്തിലെ തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായി ഒരുപിടി പുതിയ സിനിമകളാണ് റിലീസ് ചെയ്തത്. ഈ സിനിമകളെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകളും അഭിനേതാക്കളാരാണ്, കഥ, ഒപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ വർഷത്തെ ഓഗസ്റ്റ് 15-ന് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളും യുവതാരങ്ങളും അണിനിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് വ്യത്യസ്തമായ സിനിമാ അനുഭവങ്ങളാണ്. മോഹൻലാൽ, ടൊവിനോ തോമസ്, സുരേഷ് ഗോപി, ഷൈൻ ടോം ചാക്കോ, ദുൽഖർ സൽമാൻ, അർജുൻ അശോകൻ, ജയറാം, ദിലീപ് തുടങ്ങിയവർ തങ്ങളുടെ പുതിയ ചിത്രങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. തിയേറ്റർ റിലീസുകളാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുന്നത്. വയനാടൻ തമ്പാൻ എന്നൊരു പടമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. താരങ്ങൾ മോഹൻലാൽ, കാർത്തിക്, ലാൽ എന്നിവരാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥാസാരം എന്ന് പറയുന്നത് വയനാടൻ കാടിൻ്റെയും അവിടുത്തെ ആദിവാസി സമൂഹത്തിൻ്റെയും സംരക്ഷകനായ തമ്പാൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയോട് തമ്പാൻ നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ ഇതിവൃത്തം. മോഹൻലാലിൻ്റെ പഴയകാല കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേഷമാണിത്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ ആരാധകർക്ക് ഇതൊരു വിരുന്നാണ്. സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് ഒരു കുടുംബ ചിത്രമാണ്. വയനാടിൻ്റെ മനോഹരമായ ദൃശ്യഭംഗി സിനിമയുടെ ഒരു പ്രധാന ആകർഷണമാണ്. എന്നാൽ കഥയുടെ വേഗത ചില ഭാഗങ്ങളിൽ കുറവാണെന്ന് തോന്നി. എങ്കിലും ഒരു ഫാമിലി ഡ്രാമ എന്ന നിലയിൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണിത്. അടുത്ത ഒരു സിനിമ വന്നിട്ട് തന്ത വൈബ് എന്ന ഒരു പടമാണ്. താരങ്ങൾ ടൊവിനോ തോമസ്, ഗൗതമി നായർ, ഗണപതി എന്നിവരാണ്. കഥാസാരം എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു യുവത്വത്തിൻ്റെ ആഘോഷമാണ് ഈ സിനിമ. ഒരു യൂട്യൂബർ കൂടിയായ നായകൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ടൊവിനോയുടെ സ്വാഭാവികമായ കോമഡി ടൈമിങ്ങും സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളും സിനിമയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ഇത് ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ചിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സിനിമ. ടൊവിനോ തോമസിൻ്റെ പ്രകടനം സിനിമയുടെ ഒരു ഹൈലൈറ്റാണ്. ഒരുപാട് വലിയ സന്ദേശങ്ങളോ സങ്കീർണമായ കഥാതന്തുവോ പ്രതീക്ഷിക്കാതെ തന്നെ കാണാവുന്ന ഒരു ചിത്രമാണ്. അടുത്ത ഒരു പടം വന്നിട്ട് നീം റോഡാണ്. താരങ്ങൾ ഷൈൻ ടോം ചാക്കോ, ദിവ്യ പിള്ള, ആത്മിക രാജൻ എന്നിവരാണ്. ഇതിൻ്റെ കഥാസാരം വന്നിട്ട് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം തന്നെ നൽകുന്നുണ്ട്. പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ആധാരമാക്കി ഒരുക്കിയ കഥാസാരം വളരെ വ്യത്യസ്തമാണ്. ഷൈൻ ടോം ചാക്കോയുടെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളും മാനറിസങ്ങളും സിനിമയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ എന്ന നടൻ്റെ മറ്റൊരു ഗംഭീര പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. സംവിധായകൻ ഒരു പരീക്ഷണ ചിത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. അടുത്ത പടം തലവര എന്നൊരു ഫിലിമാണ്. താരങ്ങൾ അർജുൻ അശോകൻ, ശരത് സഭ, ശ്രുതി സുരേഷ് എന്നിവരാണ്. കഥാസാരം വന്നിട്ട് തലവര ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു ചിത്രമാണ്. വിറ്റിലോഗോ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് സിനിമ സംസാരിക്കുന്നുണ്ട്. നായകൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും സമൂഹം അവരെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതുമാണ് സിനിമയുടെ പ്രമേയം. അർജുൻ അശോകൻ്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു നല്ല സന്ദേശം നൽകുന്ന ഈ ചിത്രം തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ്. സംവിധായകൻ ഒരു മികച്ച വിഷയം ധൈര്യപൂർവ്വമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഓരോ ഫ്രെയിമും മികച്ചതാണ്. അടുത്ത പടം നൈറ്റ് റൈഡേഴ്സാണ്. താരങ്ങൾ മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, നന്ദന രാജ് തുടങ്ങിയവരാണ്. കഥാസാരം വന്നിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു രാത്രി യാത്രയ്ക്കിടയിൽ നേരിടുന്ന ഭീകരമായ അനുഭവങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സാധാരണ ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ശക്തമായ ഒരു കഥാസാരമുണ്ട്. മാത്യു തോമസിൻ്റെയും റോഷൻ ഷാനവാസിൻ്റെയും അഭിനയം മികച്ചത് തന്നെയാണ്. ഭയം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ്. പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരുക്കിയ ഒരു സിനിമയല്ലിത്. അതിനപ്പുറം ചില സാമൂഹിക പ്രശ്നങ്ങളും ഈ സിനിമ സംസാരിക്കുന്നുണ്ട്.
മറ്റുള്ള തിയേറ്റർ റിലീസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭാ 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 എന്ന ഒരു ചിത്രമാണ് അടുത്തത്. സംവിധാനം ധനഞ്ജയ് ശങ്കറാണ്. താരങ്ങൾ ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ്. ദിലീപിൻ്റെ പഴയകാല കോമഡി സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. ചിരിക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരു സിനിമ. അടുത്തത് ഐ ആം ഗെയിം എന്നൊരു പടമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ലാലാണ്. താരങ്ങൾ ദുൽഖർ സൽമാൻ, കദിർ എന്നിവരാണ്. ഒരു പരീക്ഷണ ചിത്രവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അടുത്ത പടം വന്നിട്ട് സൈബറാണ്. സംവിധാനം വിജയ് പ്രകാശാണ്. താരങ്ങൾ ചന്തുനാഥാണ്. സൈബർ ലോകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് സൈബർ. ഒരു നല്ല സന്ദേശവും ഇത് നൽകുന്നുണ്ട്. അടുത്തത് വൺ പ്രിൻസസ് സ്ട്രീറ്റ് ആണ്. സംവിധാനം ഷാജി കെ രാജ്. താരങ്ങൾ ബാലു വർഗീസ്, ആൻ ശീതൽ തുടങ്ങിയവരാണ്. ഒരു ചെറിയ റിലീസായിരുന്നെങ്കിലും കോമഡി ഫാമിലി ഡ്രാമയും ചേർന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഹാൾ എന്ന ഒരു പടമാണ്. സംവിധാനം പ്രശാന്ത് വിജയകുമാറാണ്. താരങ്ങൾ ഷെയ്ൻ നിഗവും കൂട്ടരുമാണ്. ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമയാണ് ഈ സിനിമ. ഷെയ്ൻ നിഗത്തിൻ്റെ പ്രകടനം മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് മക്കുടി എന്നൊരു പടമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ് സിംഗ് ആണ്. താരങ്ങൾ അരിസ്റ്റോ സുരേഷ്, സുധീർ കരമന എന്നിവരാണ്. ഒരു സാമൂഹിക വിഷയത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ സിനിമ വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അടുത്തത് മസ്തിഷ്ക മരണം എന്ന ഒരു പടമാണ്. സംവിധാനം കൃഷാന്താണ്. താരങ്ങൾ രജിഷ വിജയൻ, നിരഞ്ജ് മണിയൻ പിള്ള, രാജു എന്നിവരാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണിത്. രജിഷ വിജയൻ്റെയും നിരഞ്ജിൻ്റെയും പ്രകടനം മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്ത പടം ഇന്നസെൻ്റ് ആണ്. സംവിധാനം ബിനീഷ് നായരാണ്. താരങ്ങൾ അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവരാണ്. കോമഡിക്ക് പ്രാധാന്യം നൽകിയ ഈ സിനിമ ചിരിക്കാനുള്ള വക നൽകുന്നുണ്ട്. അടുത്തത് മന്മഥൻ എന്നൊരു പടമാണ്. സംവിധാനം ശരത് ചന്ദ്രൻ. താരങ്ങൾ അൽതാഫ് സലീം എന്നിവരാണ്. യുവതലമുറയിലെ പ്രണയത്തെക്കുറിച്ചുള്ള ഒരു സിനിമയാണിത്. വല എന്നൊരു പടവും വന്നിട്ടുണ്ട്. സംവിധാനം കെ ആസിഫാണ്. താരങ്ങൾ ജഗതി ശ്രീകുമാർ, ഗോകുൽ സുരേഷ് എന്നിവരാണ്. ജഗതി ശ്രീകുമാറിൻ്റെ തിരിച്ചുവരവാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. മറ്റൊരു പടം റേച്ചലാണ്. സംവിധാനം ഹരിദാസാണ്. താരങ്ങൾ ചന്തു സലിംകുമാർ, ബാബുരാജ് തുടങ്ങിയവരാണ്. പുതുമുഖ താരങ്ങൾ തങ്ങളുടെ വേഷം നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അടുത്തതായിട്ട് നമുക്ക് OTT റിലീസുകളാണ് നോക്കേണ്ടത്. വീട്ടിലിരുന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷകരമായ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. JSK എന്നൊരു പടം വന്നിട്ടുണ്ട്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു പടമാണ്. ഇത് G5-ലാണ്. സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രവീൺ നാരായണനാണ്. താരങ്ങൾ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരാണ്. കഥാസാരം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട OTT റിലീസാണിത് എന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് ഗോപി ഒരു അഭിഭാഷകൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമയാണിത്. ഒരു സാമൂഹിക പ്രസക്തിയുള്ള വിഷയത്തെ ഗൗരവമായി സമീപിക്കുന്ന സിനിമയാണിത്. സുരേഷ് ഗോപിയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അനുപമ പരമേശ്വരനും തൻ്റെ വേഷം ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു. ശക്തമായ തിരക്കഥയും സംഭാഷണങ്ങളും സിനിമയെ കൂടുതൽ മികച്ചതാക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രകടനം അദ്ദേഹത്തിൻ്റെ പഴയകാല വേഷങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കോർട്ട് റൂം ഡ്രാമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മികച്ച അനുഭവമായിരിക്കും. ഈ സിനിമ തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ്. അടുത്തൊരു പടം ഗുഡ് ഡേ ആണ്. OTT പ്ലാറ്റ്ഫോം വന്നിട്ട് സൺ നെക്സ്റ്റിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. സംവിധാനം വിഘ്നേഷ് സുരേഷാണ്. താരങ്ങൾ കാളി വെങ്കട്ട്, ഭഗവതി പെരുമാൾ എന്നിവരാണ്. ഇതൊരു തമിഴ് ത്രില്ലർ സിനിമയാണ്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കാളി വെങ്കട്ടിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ്. നല്ലൊരു തിരക്കഥയും സംവിധാനവും ഈ സിനിമയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. അടുത്തൊരു പടം വെർജിൻ ബോയ്സ് ആണ്. താരങ്ങൾ വന്നിട്ട് വിജയരശ്മി, രാഹുൽ എന്നിവരാണ്. ഇതൊരു തെലുങ്ക് കോമഡി സിനിമയാണ്. ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ കഥയാണ് ഈ സിനിമ. അടുത്തൊരു പടം ജൂനിയറാണ്. OTT പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം വീഡിയോയിലാണ്. താരങ്ങൾ വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയുമാണ്. ഇതൊരു തെലുങ്ക് ആക്ഷൻ ഡ്രാമയാണ്. നായക പ്രാധാന്യമുള്ള സിനിമയാണ്. വളരെയധികം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ ഒരു സിനിമ കൂടിയാണ്. ഈ ആഴ്ച റിലീസ് ചെയ്ത എല്ലാ സിനിമകളും ഓരോ തരത്തിൽ നല്ലതാണ്. പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് സിനിമകൾ തിരഞ്ഞെടുക്കാനുണ്ട്. ഈ സിനിമകൾ കാണാൻ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സഹായകരമായേക്കാം. എല്ലാ സിനിമാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ.
വീണ്ടും അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.